അവർ പലതവണ യേശുവിനെ കല്ലെറിയാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ യേശു അവരുടെ ഇടയിൽ നിന്നും അത്ഭുതകരമായി മറഞ്ഞ് അപ്രത്യക്ഷമായെന്ന് ബൈബിൾ പറയുന്നു. അവർ അവനിൽ ദൈവദൂഷണ കുറ്റം ആരോപിച്ചിരുന്നു. കല്ലെറിഞ്ഞു കൊല്ലാൻ തക്കതായ ഒരു കുറ്റമായിരുന്നു അത്. പക്ഷേ പിന്നീട് അവർ എന്തിനാണ് യേശുവിനെ കുരിശിലേറ്റാൻ തീരുമാനിച്ചത്? അതിനു കാരണം വേറെയാണ്. മുൻപ് നടന്ന കല്ലെറിയലുകളെല്ലാം വളരെ തിടുക്കത്തിൽ സംഭവിച്ചതായിരുന്നു. ആലോചിച്ചെടുത്ത തീരുമാനം ആയിരുന്നില്ല. എന്നാൽ ക്രൂശിക്കാനുള്ള തീരുമാനം മതനേതൃത്വം ശ്രദ്ധാപൂർവം ആലോചിച്ചെടുത്ത ഒരു തീരുമാനമായിരുന്നു. അവർ ആലോചിച്ച കാര്യങ്ങളിൽ അവർക്ക് നല്ല വ്യക്തത ഉണ്ടായിരുന്നു. പീലാത്തോസിന്റെ ന്യായവിസ്താര കോടതിയിൽ അവനെ ക്രൂശിക്കുക എന്ന് അവർ ആർത്തുവിളിച്ചു. എന്നിരുന്നാലും പുരാതന ഇസ്രായേലിൽ ഒരു കള്ളപ്രവാചകനെ നീക്കം ചെയ്യാനുള്ള രീതി ക്രൂശീകരണമായിരുന്നില്ല. അവർ പീലാത്തോസിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു നിയമമുണ്ട്, ആ നിയമപ്രകാരം അവൻ മരിക്കണം. യേശു ദൈവദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഹൂദ നിയമപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലുക എന്നതായിരുന്നു യഥാർത്ഥ ശിക്ഷ. യഹൂദന്മാർ അവരുടെ മതനിയമങ്ങൾ പാലിക്കുന്നതിൽ കണിശക്കാരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അവർ അവനെ ആ രീതിയിൽ വധിക്കാതിരുന്നു? യഹൂദരുടെ ഏതു നിയമപ്രകാരമാണ് അവർ അവനെ കുരിശിൽ തറച്ചത്? ബൈബിൾ മുഴുവൻ അരിച്ചുപെറുക്കി പരിശോധിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഒരേയൊരു ഉത്തരം മാത്രമേ ലഭിക്കുന്നുള്ളൂ. ആവർത്തന പുസ്തകം 21-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ടു അവനെ കൊന്നു ഒരു മരത്തിൽ തൂക്കിയാൽ അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത്, അങ്ങുതന്നെ അത് കുഴിച്ചിടേണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തൻ ആകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ അശുദ്ധമാക്കരുത്. ഇതാണ് ആ വാക്യങ്ങൾ. ശാസ്ത്രിമാരിൽ ആർക്കോ തോന്നിയ ബുദ്ധിപരമായ ആശയം. യേശുവിനെ ഒരു കുരിശിൽ തറച്ച് തൂക്കിയിടാൻ കഴിഞ്ഞാൽ ആവർത്തന പുസ്തകത്തിലെ ആ വാചകം അവൻ ബാധകമാണ്. മരത്തിൽ തൂങ്ങുന്ന ഏതൊരാളെയും ദൈവം ശപിച്ചു എന്ന് പറയുന്നത് യേശുവിനെക്കുറിച്ചാണെന്ന് ജനത്തിന് തോന്നും. ദൈവത്താൽ ശപിക്കപ്പെട്ട ഒരു മിശിഹായെ എങ്ങനെ ജനം വിശ്വസിക്കും? അവൻ ഒരു വഞ്ചകൻ, പിശാചിന്റെ ശക്തിയാൽ അതിശയകരമായ അത്ഭുതങ്ങൾ ചെയ്തവൻ എന്ന പ്രചാരവേലയ്ക്ക് വിശ്വാസ്യത കൂടും. തീർച്ചയായും ഇനിമേലിൽ ആരും അവനിൽ വിശ്വസിക്കില്ല. അതോടെ യേശുവിന്റെ ശല്യം എന്നേക്കുമായി തീർന്നു കിട്ടും. നേരെ മറിച്ച് യേശുവിനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതും അവർ ആലോചിച്ചു. അങ്ങനെ ചെയ്താൽ നീതിമാനായ ഒരു മനുഷ്യനെ അന്യായമായി കല്ലെറിഞ്ഞു കൊന്നു എന്ന ആരോപണം ഉണ്ടായേക്കാമെന്ന് അവർ ഭയപ്പെട്ടു. യഹൂദന്മാർ ബുദ്ധിമാന്മാരാണ്. അവർ യേശുവിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം മുഴുവനായും റോമാക്കാരുടെ തലയിൽ വച്ചുകെട്ടി. കാരണം കുരിശിലേറ്റൽ റോമാക്കാരുടെ മാത്രം ശിക്ഷാരീതിയായിരുന്നു. ഒരു റോമൻ പൗരനെ ഒരിക്കലും അവർ ക്രൂശിച്ചിരുന്നില്ല. അടിമകൾ, രാഷ്ട്രീയ വിമതർ, ഏറ്റവും താഴ്ന്ന കുറ്റവാളികൾ എന്നിവരെ മാത്രമേ കുരിശിലേറ്റി വധിച്ചിരുന്നുള്ളൂ. കുരിശ് റോമാക്കാർക്ക് ഏറ്റവും നിന്ദ്യമായ അപമാനത്തിന്റെ പ്രതീകമായിരുന്നു. അത്തരത്തിൽ നിന്ദ്യമായ അപമാനകരമായ ഒരു മരണം യേശുവിന് ലഭിക്കണമെന്നാണ് മതപുരോഹിതന്മാർ ആഗ്രഹിച്ചത്. എന്നാൽ ഏറ്റവും ആശ്ചര്യകരമായ വസ്തുത ഈ കുരിശുമരണം യേശു മുൻപേ ആഗ്രഹിച്ചിരുന്നു എന്നതാണ്. ശിഷ്യനായ യൂദാസിനെ ഉപയോഗിച്ച് തന്നെ കാണിച്ചു കൊടുക്കേണ്ട സമയം പോലും തീരുമാനിച്ചത് യേശു തന്നെയായിരുന്നു. കുരിശുമരണം മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട യേശുവിന്റെ ഒരു പദ്ധതിയായിരുന്നു. യേശു ഉദ്ദേശിച്ച സമയത്തു തന്നെ അത് സംഭവിക്കുകയും ചെയ്തു. അവൻ കുരിശിലേറ്റപ്പെട്ടു. എന്നാൽ യേശു ഒട്ടും ദുർബലനായിരുന്നു. അവൻ രോഗങ്ങളൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ ജീവിച്ചവനാണ്. അതിശയകരമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു മഹായോഗിയായിരുന്നു യേശു. ഒരു യോഗി എന്ന നിലയിൽ സ്വന്തം ശരീരത്തിന്റെ ആന്തരിക പ്രവർത്തനങ്ങളിൽ അവന് പരിപൂർണ നിയന്ത്രണം ഉണ്ടായിരുന്നു. ചില ചിത്രങ്ങളിൽ ഇന്നു നാം കാണുന്നത് പോലെ അവൻ തല താഴേക്ക് കുനിച്ച് അബോധാവസ്ഥയിൽ മയങ്ങുകയായിരുന്നില്ല. അവസാന നിമിഷം വരെ അവൻ തല ഉയർത്തിത്തന്നെയാണ് പിടിച്ചിരുന്നത്. മരണത്തിന് തൊട്ടുമുമ്പ് പോലും അവന്റെ ശബ്ദം അവ്യക്തമായ ഒരു പിറുപിറുപ്പായിരുന്നു. ആ സമയത്ത് പോലും അവന്റെ ശബ്ദം വ്യക്തതയോടെ മുഴങ്ങിക്കേട്ടു. പിതാവേ, തൃക്കൈയിൽ എന്റെ ആത്മാവിനെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത് അവിടെ നിന്നവരെല്ലാം വ്യക്തമായി കേട്ടു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ പ്രാണനെ വിട്ടതായി അവിടെ നിന്നവർക്ക് തോന്നി. ഈ സന്ദർഭം മുതൽ യേശുവിന്റെ കുരിശുമരണത്തിന്റെ ദുരൂഹത വർദ്ധിക്കുകയാണ്. മഹായോഗിയായ യേശു കുരിശിൽ മരിക്കുകയായിരുന്നോ അതോ യോഗനിദ്രയിൽ പ്രവേശിക്കുകയായിരുന്നോ എന്ന ചോദ്യം ഉയരുന്നു. അവന്റെ ഹൃദയതാളങ്ങൾ മന്ദഗതിയിലാവുകയും ക്രമേണ അത് പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്തു.
പീലാത്തോസിന്റെ വൈദ്യവിദഗ്ധർ പരിശോധിച്ചപ്പോൾ അവൻ മരിച്ചിരിക്കുന്നതായി കണ്ടെത്തി. അവർ അമ്പരന്നു. ആണിയടിച്ച് കുരിശിൽ തൂക്കുന്നത് വേഗത്തിൽ മരിക്കാൻ വേണ്ടി ആയിരുന്നില്ല. ഒരു മനുഷ്യനെ ഇഞ്ചിഞ്ചായി നരകിപ്പിച്ചു കൊല്ലുന്ന അതിക്രൂരമായ ശിക്ഷാരീതിയാണ് ക്രൂശിക്കൽ. ആഗ്രഹിച്ചാൽ പോലും അങ്ങനെ പെട്ടെന്നൊന്നും അവനു മരിക്കാനാവില്ല. കുരിശിൽ കിടന്ന് നരകയാതന അനുഭവിക്കുന്ന പീഡിതന്റെ കണ്ണും കാതുമെല്ലാം പക്ഷികൾ കൊത്തിവലിക്കും. ഏതാനും മണിക്കൂറുകൾ കുരിശിൽ തൂങ്ങിക്കിടന്നതുകൊണ്ട് മാത്രം യേശുവിനെ പോലെ ആരോഗ്യവാനായ ഒരാൾക്ക് മരിക്കാനാവില്ല. ഇത് ഒരു ശാസ്ത്ര സത്യമാണ്. ഇക്കാര്യം പീലാത്തോസിന്റെ പരിശോധകർക്കും അറിയാമായിരുന്നു. അപ്പോൾ പിന്നെ യേശു എങ്ങനെ മരണപ്പെട്ടു? അവർക്കും അതറിയില്ല. ഒരു കാര്യം മാത്രം അവർക്ക് ഉറപ്പായിരുന്നു: യേശുവിന്റെ ഹൃദയം പൂർണ്ണമായും നിലച്ചിരുന്നു. നാഡിയിടിപ്പും നിന്നിരുന്നു. അവർ ഉറപ്പിച്ചു പറഞ്ഞു, യേശു മരിച്ചു കഴിഞ്ഞു. ഇത്ര വേഗം അതെങ്ങനെ സംഭവിച്ചു? പീലാത്തോസും അമ്പരന്നു. യേശുവിനെ സംബന്ധിച്ചിടത്തോളം കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്നത് ആ സമയത്ത് ഒരു മരണകാരണം ആയിരുന്നില്ല. എന്നാൽ ഹൃദയം പൂർണ്ണമായും നിലച്ചിരുന്നു. അങ്ങനെയാകുമ്പോൾ മെഡിക്കലി ഡെഡ് എന്ന് രേഖപ്പെടുത്താം. യേശുവിന്റെ മരണം അവർ അങ്ങനെ രേഖപ്പെടുത്തി. യഥാർത്ഥ മരണകാരണം എന്താണെന്ന് മാത്രം അറിയില്ല. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്ര ഭാഷയിൽ യേശുവിന്റെ മരണകാരണം ഒറ്റ വാക്കിൽ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്താൻ കഴിയും. വേറൊരു കാരണവുമില്ല. ഹൃദയം നിന്നുപോയതാണ് മരണകാരണം. ഹൃദയസ്തംഭനം, കാർഡിയാക് അറസ്റ്റ്. പീലാത്തോസിനും ആ വാർത്ത വിശ്വസിക്കേണ്ടി വന്നു. അങ്ങനെ ഔദ്യോഗിക പ്രഖ്യാപനവും പുറത്തിറങ്ങി: ജോസഫിന്റെയും മേരിയുടെയും പുത്രനായ നസ്രായനായ യേശു കുരിശിൽ മരിച്ചതായി ബോധ്യപ്പെട്ടിരിക്കുന്നു. അനന്തരം എന്തു സംഭവിച്ചു? തുറക്കുന്നു രഹസ്യങ്ങളുടെ വാതിൽ. കാണുക അടുത്ത ലക്കത്തിൽ. Thank you for watching. Stay tuned for the next episode. Goodbye.